എല്ലാവർക്കും നമസ്കാരം. നേച്ചർ യോഗ സെൻ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഓണത്തിന് നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തായാലും ഓഫീസുകളിലായാലും അതുപോലെ തന്നെ ക്ലബ്ബുകളിലൊക്കെ തന്നെ അത്തപ്പൂക്കളം ഇടാറുണ്ട്. വിവിധങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അത്തപ്പൂക്കളം ഇടാറുണ്ട്. അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളും നമ്മൾ നടത്താറുണ്ട്. ഇവിടെ എന്താണ് ഈ അത്തപ്പൂക്കളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബാഹ്യമായ ഒരു സ്ഥലത്ത് പുറമേ നമ്മളിടുന്ന ഒരു അത്തപ്പൂക്കളം നമ്മളിടുന്നു, കണ്ണിന് മനോഹരമായിട്ടുള്ള ആ അത്തപ്പൂക്കളം നമ്മൾ പുറമേ ഇടുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മനസ്സിലും ഒരു അത്തപ്പൂ ഇടണം. മനസ്സിൻ്റെ അത്തപ്പൂവാണ് നന്മയുള്ള ഓണം നമ്മളിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ആ മനസ്സിൽ ഒരു അത്തപ്പൂക്കളം ഇടണമെങ്കിൽ, എല്ലാ ദിവസവും ഇടണമെങ്കിൽ അതിനുപയോഗിക്കുന്ന പുഷ്പങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിൽ 8 പുഷ്പങ്ങളെ കൊണ്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഇടേണ്ടത്. ആദ്യം തന്നെ ഞാൻ ആ 8 പുഷ്പങ്ങളെന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂത ദയാപുഷ്പം, ക്ഷമാപുഷ്പം വിശേഷതേ, ശാന്തിപുഷ്പം, തപപുഷ്പം, ജ്ഞാനപുഷ്പം, ധ്യാനപുഷ്പം, പുഷ്പം അഷ്ടവിധം വിഷ്ണുപ്രീതികരം. ഇത്തരത്തിലുള്ള 8 പുഷ്പങ്ങൾ, അഹിംസയാകുന്ന പുഷ്പം, ഈ 8 പുഷ്പങ്ങളെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിൽ അത്തപ്പൂക്കളിടണം. ഈ 8 കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാം. ആ 8 കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കി ആ മനസ്സിൻ്റെ നന്മ നമ്മൾ നേടേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പൂവാണ് അഹിംസ. അഹിംസ പ്രഥമം പുഷ്പം. എന്താണ് അഹിംസ എന്ന് പറയുന്നത്? മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു ജീവിക്കും ഒരു ഹാനിയും ഉണ്ടാകാതിരിക്കലാണ് അഹിംസ. അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. അഹിംസ പ്രഥമം പുഷ്പം. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. കണ്ടതും കാണുന്നതും എല്ലാം വേണമെന്ന് ആഗ്രഹിക്കാതെ മനസ്സിനെ പരമാവധി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് മിതമായ രീതിയിൽ ജീവിക്കുക. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം. സർവഭൂത ദയാപുഷ്പം. എല്ലാ ജീവജാലങ്ങളോടും എന്തുണ്ടായിരിക്കണം? ദയയുണ്ടായിരിക്കണം. ക്ഷമാപുഷ്പം വിശേഷതേ. ക്ഷമയും ഉണ്ടായിരിക്കണം. ദേഷ്യമല്ല നമുക്ക് വേണ്ടത്, ക്ഷമയാണ്. 5ാമത്തെ പുഷ്പം ശാന്തി പുഷ്പം. വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ സമൂഹത്തോട് ഇടപെടണം. ശാന്തി പുഷ്പം. തപപുഷ്പം. നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യണം, ഈശ്വരാർപ്പിതമായി ചെയ്യണം. തപപുഷ്പം. ജ്ഞാനപുഷ്പം. അതിനെന്ത് വേണം? അറിവ് നേടണം. ജ്ഞാനമാകുന്ന അറിവ്, ജ്ഞാനമെന്ന് വെച്ചാൽ അറിവ്, ആ അറിവ് നമ്മൾ നേടണം. ധ്യാനപുഷ്പം. 8ാമത്തെ പുഷ്പം ധ്യാനപുഷ്പം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ധ്യാനാവസ്ഥിതമായ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂത ദയാപുഷ്പം, ക്ഷമാപുഷ്പം വിശേഷതേ, ശാന്തിപുഷ്പം, തപപുഷ്പം, ജ്ഞാനം, ധ്യാനപുഷ്പം, പുഷ്പം അഷ്ടവിധം വിഷ്ണു പ്രീതികരം. ഇങ്ങനെയുള്ള 8 പുഷ്പങ്ങളാണ് വിഷ്ണുവിന് പ്രീതിയായിട്ടുള്ളത്. ഈ പുഷ്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ ഈ പുഷ്പങ്ങളെ പ്രതിഷ്ഠിക്കണം. ഓരോന്നും പ്രാക്ടീസ് ചെയ്യണം. അഹിംസ പ്രാക്ടീസ് ചെയ്യണം, ഇന്ദ്രിയ നിഗ്രഹം പ്രാക്ടീസ് ചെയ്യണം, ക്ഷമ പ്രാക്ടീസ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ നന്മ നിറയുമ്പോഴാണ് എല്ലാ ദിവസവും, ഒരു ദിവസമല്ല എല്ലാ ദിവസവും നന്മയുള്ള ഓണമായി മാറും. ആ നന്മയുള്ള ഓണത്തിൻ്റെ പ്രത്യേകാത്മകമായിട്ടാണ് വർഷത്തിലൊരിക്കൽ നമ്മളത് ആഘോഷപൂർവ്വം പുറത്തേക്ക് ആഘോഷിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ഇത്തരത്തിലുള്ള ഒരു പുഷ്പങ്ങൾ, അഹിംസ, ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു അത്തപ്പൂക്കളം നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു രീതി കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അതിനെയാണ് കള്ളമില്ല ചതിയില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനൊരു കാലഘട്ടം വരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 8 പുഷ്പങ്ങളെ കൊണ്ട് നമ്മളും അത്തപ്പൂക്കളം നമ്മുടെ മനസ്സിലേക്കിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വർഷത്തിലേക്ക് ഒരിക്കൽ ബാഹ്യമായിട്ടുള്ള അത്തപ്പൂക്കളവും നമ്മൾ ഇട്ട് ആ ഒരു ആഘോഷം, മനസ്സിൻ്റെ നന്മയുടെ ഓണത്തിൻ്റെ ആഘോഷം എല്ലാവരും ആഘോഷിക്കുക എന്നതാണ് ഈ ഓണത്തിൻ്റെ അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു സങ്കല്പം. എല്ലാവർക്കും ഈ ഒരു അറിവ് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.